ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് സ്വോർഡാണ്. കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ് കേട്ടോ. റെസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ റെസ്റ്റ് എടുപ്പിക്കും. അതാണ് 4 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശരിക്കും ഒരു വീഴ്ചയ്ക്ക് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വളരെ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിലിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയും ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ബ്രോക്കൺ ആയതുകൊണ്ട് നമുക്കൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, എഴുന്നേറ്റ് നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. ഇനാക്റ്റീവ് സ്റ്റേറ്റാണ്. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വീണിട്ട് പരിക്കേറ്റവരോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പരിക്കേറ്റവരോ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ള എനർജി ഇരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാവേശത്തിന് ചാടി എണീക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാകും. പക്ഷെ അത് വേണ്ട. നിങ്ങൾ പതുക്കെ സമയം അനുകൂലമാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇനാക്റ്റീവാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട എനർജിയാണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇനി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് ഓവർ വർക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി, നിങ്ങൾ മനസ്സ് പറയുന്ന പോലെ ഓടാൻ നിങ്ങളുടെ ബോഡി പ്രാപ്തമാവണമെങ്കിൽ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടണം. എങ്കിൽ മാത്രമേ അതിനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ വർക്ക് ചെയ്യണം, അതിനോടൊപ്പം തന്നെ റെസ്റ്റ് എടുക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പുറത്തൊക്കെ പോകുന്ന ആളുകളാണ്, ഒരു ഗ്യാതറിങ്ങിലേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കണ്ണേറെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ്. ഈ കണ്ണേറ് വന്നിട്ട് നമ്മുടെ എനർജി ഫുള്ള് സ്ക്വീസ് ഔട്ട് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ നമ്മളൊന്നിനും കൊള്ളില്ല. ആ ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് എനർജിയിലായിപ്പോവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ പെർമിഷൻ എടുത്ത് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ഇരിക്കാനായിട്ട്. ഇതാണ് 4 ഓഫ് സ്വോർഡ് എന്ന് പറഞ്ഞ എനർജി. അപ്പോൾ വീണിട്ടുള്ളവർ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ നിങ്ങളിന്ന് വിശ്രമിക്കുക തന്നെ ചെയ്യുക. ഇനി അങ്ങനെ അല്ലാത്തവർ, വണ്ടി ഓടിക്കുന്നവർ സൂക്ഷിക്കണം, അതുപോലെ വീഴാതെ നോക്കണം. അങ്ങനെയൊക്കെ ഉള്ള എനർജീസ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് 3 ഓഫ് വാണ്ടാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആളുകളുണ്ട്. യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് അന്വേഷിക്കുന്നതായിരിക്കാം. യാത്രയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ആ യാത്രയ്ക്കുള്ളൊരു എവിടെയെങ്കിലും ഒരു തടസ്സം വന്നതിന് ശേഷം വീണ്ടും ആ യാത്രയുടെ പ്ലാനിങ് പുനരാരംഭിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. 3 ഓഫ് വാണ്ടാണ്. അപ്പോൾ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന കൺഫ്യൂഷൻ മാറിയിട്ട് അതിനുള്ള പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നടത്തുന്ന എനർജിയാണ് 3 ഓഫ് വാണ്ട്. ഇത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കാനായിരിക്കും. അല്ലെങ്കിൽ വിദേശത്തുനിന്ന് നിങ്ങൾക്ക് പണം വരിക, വിദേശത്തുള്ള ആളുകൾ നാട്ടിലേക്ക് വരിക, ഇനി നാട്ടിലുള്ള ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ബിസിനസ് നിങ്ങൾ വിദേശത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് നല്ലൊരു ദിവസമാണ്. അതുപോലെ നിങ്ങൾ പഠനത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു ഫ്യൂച്ചറിലെ ഒരു പണസമ്പാദനത്തിനുള്ള, ട്രഷർ ഹണ്ടിങ്ങിനുള്ള ഒരു വഴി നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പക്ഷേ തെളിഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ ഒരു തടസ്സത്തിലൊക്കെ നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് പണം പിന്നീട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടും എന്നൊക്കെ ഉള്ളൊരു എനർജിയാണിത്. ഓക്കെ. ഇതാണ് 3 ഓഫ് വാണ്ടേ. 5 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് ഒന്ന് കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ചിന്തയാണ്.
അത് വേണ്ട, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിനില്ല എങ്കിൽ പോലും നമ്മൾ ഇല്ല എന്ന് വിചാരിക്കരുത്. ഇല്ല എന്ന് വിചാരിച്ചാൽ ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ. അപ്പം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം പണം കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ധാരാളം പണമുള്ളതിന് നന്ദി, ഞാൻ ധാരാളം പണമിട്ട് അമ്മാനമാണെന്നതിന് നന്ദി. അമ്മാനമാണെന്ന് വെച്ചാൽ നെഗറ്റീവ് ടേംസിലല്ല, ഞാൻ വളരെയധികം പണം എന്നിലേക്ക് വരുന്നതിന് നന്ദി, ഞാനൊരു പണത്തെ ആകർഷിക്കുന്ന കാന്തമാവുന്നതിന് നന്ദി. അതായത് പണത്തെ നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പണമുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതും പണമുണ്ട് എന്നാണ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് പുവർ മണി മൈൻഡ് സെറ്റാണ്. നഷ്ടബോധത്തിലിരിക്കുക. ചിലപ്പോൾ ചില ആളുകൾ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള നഷ്ടബോധമായിരിക്കാം, പണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നഷ്ടബോധമായിരിക്കാം, മണി ലോസ് ആണ്, പണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബോധമായിരിക്കും. പണം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, കൺട്രോൾ ചെയ്യണം. ആവശ്യമില്ലാത്തത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് പൈസ കളയരുത്. ഓക്കെ. പിന്നെ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് പണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത്രയും കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണ്ടായിരുന്നു, അത് കൊടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരത്തില്ലേ? ചെയ്തതിൽ റിഗ്രറ്റ് ചെയ്തില്ലേ? നഷ്ടബോധം തോന്നത്തില്ലേ? അത്തരത്തിലുള്ള എനർജിയാണ് കേട്ടോ. ഇത് പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം. ചിലപ്പോൾ ചില വ്യക്തികളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിളാണ്. അതുപോലെ നിങ്ങൾക്ക് കാലിന് വേദന ഉണ്ടാവുകയോ, കാലായിരിക്കാം, ഷോൾഡർ ആയിരിക്കാം, കൈയായിരിക്കാം, കഴുത്ത് കേട്ടോ, അവിടെയൊക്കെ ഇങ്ങനെ പെയിൻ അനുഭവപ്പെടുന്നതായിരിക്കാം. ചിലപ്പോൾ നിസ്സാരമായിരിക്കും പ്രശ്നം, അവിടെയൊക്കെ ഒരഞ്ഞതൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും നടക്കാൻ പറ്റാത്ത വിധം നമ്മൾ പെയിൻ അനുഭവിക്കേണ്ടി വരിക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നോർമലാകുമെങ്കിൽ പോലും നമുക്ക് ഇന്ന് പകൽ സമയത്ത് നമുക്ക് എന്തോ ഒരു ഹെസിറ്റേഷൻ, നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തോന്നാൻ സാധ്യതയുണ്ട്. പെയിനാണ് കേട്ടോ. ഇനി മാനസികമായിട്ടും ഈ പെയിൻ അനുഭവപ്പെടുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു തളർച്ച ഫീൽ ചെയ്യുമല്ലോ, ആ ഒരു ഫീലിംഗും ഉണ്ട്. ഒരു വയ്യായികയുടെ ഫീലിംഗ് എന്ന് 4 ഓഫ് സ്വോർഡും 5 ഓഫ് പെൻറ്റക്കിളും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരു ഫിസിക്കൽ എയിൽമെൻറ്റിൻ്റെ കാർഡാണ് ഈ 2 കാർഡും. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. 7 ഓഫ് വാണ്ടാണ്. അപ്പോൾ നെഗറ്റീവ് തോട്ട്, ഇപ്പം നമ്മൾ ഇത്രയും കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നും, ഇന്നത്തെ ദിവസം നോക്കാം, അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ നമ്മുടെ ആ ദിവസത്തെക്കുറിച്ചുള്ള നമ്മുടെ എനർജി ഫുള്ള് പോകും. നമ്മൾ ഇത് കേട്ടത് ഗൈഡൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് പെയിൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെയിൻ കില്ലർ കയ്യിലെടുത്തേക്കണം. ഇൻ കേസ് എനിക്ക് പെയിൻ വന്നാൽ എനിക്ക് കഴിക്കാൻ. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക, അന്ന് വേറെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ആ ഗൈഡൻസിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരും. നമ്മൾ ഒറ്റയ്ക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന്. അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കുറേ അധികം ജോലികൾ ചെയ്യും, നമ്മൾ മടുത്തു പോകും. അപ്പോൾ നമുക്ക് ഒന്നും ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നു, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും കൂടെ ചെയ്യുന്നൊരു കാർഡാണ് 7 ഓഫ് വാണ്ട്. ഓൾറെഡി നമ്മൾ ഒറ്റയ്ക്കാണ്, പിന്നെ കുറേ തോട്ട്സ് നമ്മുടെ തന്നെ നെഗറ്റീവ് തോട്ട്സും കൂടെയാണ്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ തോട്ടിനെ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ പറയുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇന്ന് ജോലിയെല്ലാം ചെയ്യാനുള്ള അവസരം കിട്ടിയതിന് നന്ദി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതിന് നന്ദി. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ജോലിയും കൂടെ എടുത്ത് തലയിൽ വെച്ചിട്ട് എല്ലാം കൂടെ കുളമാക്കി വെക്കല്ലേ. ഓരോന്നോരോന്നെടുത്തിട്ട് അത് തീർക്കുക, അടുത്തതിലേക്ക് പോകുക, പറ്റുന്ന അത്രയും മാത്രം ചെയ്യുക, ബാക്കിയുള്ളത് അവിടെ ഇട്ടേക്കുക. ആരാന്ന് വെച്ചാൽ ഒന്ന് ചെയ്തോളും, അല്ലെങ്കിൽ നാളെ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് എടുത്ത് തലയിൽ വെച്ചാൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട എനർജി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി എടുത്ത് തലയിലോട്ട് വെക്കേണ്ട ആവശ്യം ഇല്ല. സ്ട്രെങ്ത് കാർഡാണ്. അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്കില്ല് വെച്ചിട്ട്, നിങ്ങളുടെ ആന്തരികമായ ചില ശക്തികൾ വെച്ചിട്ട് നിങ്ങൾ ചില സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പെയിൻ ആയിരിക്കും, വരുന്ന പെയിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പെയിൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് ഭയങ്കര പെയിനാണെന്ന് തോന്നുന്നത് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ആ പെയിൻ നമ്മൾ യൂസ്ഡ് ആവും. ആ പെയിൻ പിന്നെ വരുമ്പോൾ നമുക്കത് പ്രശ്നമല്ലാതാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ആ വേദനയെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നമ്മൾ ആർജിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ സാഹചര്യങ്ങളെ
ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം സംഭരിക്കുക, സ്കില്ലുകൾ ഏൺ ചെയ്യുക, ഇതൊക്കെയാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് കൂടുതൽ സ്ട്രോങ് ആവുന്ന എന്തോ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആണ്, നമുക്ക് നെഗറ്റീവ് ഒന്നുമല്ല. നമ്മൾ കുറച്ച് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ആവുക, നമ്മുടെ ഇന്നർ സ്കില്ലെന്നോ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവുന്ന ആന്തരികമായ ശക്തികൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലേഡിക്ക് ഒരിക്കലും കായികമായിട്ടൊരു സിംഹത്തിനെ മെരുക്കാനൊന്നും പറ്റൂല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ ഇങ്ങനെ സീസൺ ചെയ്തെടുക്കുക ചെയ്യുന്നത്, അല്ലേ, മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? മാനസികമായിട്ട് അതിനോടൊരു അടുപ്പം ഉണ്ടാക്കിയിട്ട് ആ അടുപ്പം നിലനിർത്തിക്കൊണ്ട് നമുക്കതിനെ മെരുക്കിയെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ മത്സരിച്ച് അതുമായിട്ട് ഗുസ്തി ഉണ്ടാക്കി നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചില ആളുകളുടെ മനസ്സിനെ നമ്മൾ മെരുക്കിയെടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊന്ന് കുറച്ച് ബോൾഡ് ആവേണ്ട ആവശ്യം ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പല സോഴ്സിൽ നിന്ന് നമുക്ക് പണം വരും. ഇത് 10 പെൻറ്റക്കിളുണ്ട്. ഫാമിലി കാർഡാണ്. അപ്പോൾ ഫാമിലിയിലേക്ക് നമ്മൾക്ക് പല സോഴ്സിൽ നിന്ന് പണം വരുമെന്ന് കാണുന്നുണ്ട്. ഫാമിലിയുമായി ബന്ധപ്പെട്ട് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫാമിലിക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നതിന് ചിലവെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം പണം കിട്ടാനും EMI പോലുള്ള കാര്യങ്ങൾ അടയ്ക്കാനും സാധ്യതയുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വന്നു കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഫാമിലിയിൽ ചെറിയ കൊച്ചു മുറിവുറുപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാവാം, എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അപ്പുറത്തൊക്കെ നിന്നുകൊണ്ട് ചില ആളുകൾ നിങ്ങളോട് ചില ഈ മോനെ വെച്ചിട്ടൊക്കെ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതൊക്കെ അവരവരുടെ ശീലങ്ങൾ കാണിക്കുന്നതാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം അല്ല. സൺ കാർഡാണ്. കുറേ ദിവസമായിട്ട് നമുക്ക് സൺ കാർഡ് വരുന്നുണ്ട്. അപ്പം പുതിയ എന്തോ ഒരു തുടക്കം നിങ്ങളിൽ കുറേ പേര് പുതിയ എന്തൊക്കെ ഒരു സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നടക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്ന എന്തോ ഒരു സംരംഭമായിരിക്കാം നിങ്ങൾക്ക് ഇന്നേ ദിവസം തുടങ്ങുന്നുണ്ടെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു സന്ദേശം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ഒരു വിളംബരം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരുന്നൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നമ്മൾ ആഹ്ലാദിക്കുന്ന ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ നമ്മൾ വളരെ പോസിറ്റീവായിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും, വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. സൺ കാർഡ് അതാണല്ലോ പറയുന്നത്. എല്ലാ ക്ലൗഡ്സിൻ്റെ എല്ലാ മേഘങ്ങളും എല്ലാ കരിമേഘങ്ങളും ഒഴിവായിട്ട് സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ആ അവസ്ഥയെ തന്നെയാണ് സൺ കാർഡ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. കാരണം ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ഒരു പുതിയ തുടക്കമായിട്ടാണ്, അല്ലേ? അത്രയും പ്ലസൻ്റ് ആയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ അത്ര പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഒരു പുതിയ തുടക്കമാണ്. ആർക്കൊക്കെയോ പുതിയ തുടക്കം എന്ന് വെച്ചാൽ ചിലർക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങൾ പുതിയൊരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് പണമൊക്കെ നിങ്ങൾക്ക് ചിട്ടിയടിക്കുകയോ ലോട്ടറി അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളൊരു പുതിയ യാത്ര പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഇനി പാസ്റ്റിലത്തെ ഒരു കാര്യമോ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പുതിയതൊരു തുടക്കം വേണം എന്ന് ആഗ്രഹിച്ച് പോകുന്നതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചിലരുടെ കല്യാണമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ പഴയതിനെല്ലാം മറന്നിട്ട് ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഒരു യാത്രയുടെ കാർഡാണ്. യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പണം ഇവിടെ ധാരാളം ഉണ്ട്. ആ പണം വെച്ചിട്ട് നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. റിസ്ക് ടേക്കേഴ്സാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ പണം നമുക്ക് ഇപ്പോൾ ബാങ്കിലിട്ട ഒരു കുഴപ്പമില്ല. 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ്ഡ് ഇടുവാണെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പണമോ അതിൻ്റെ പലിശയും നമുക്ക് ധൈര്യമായിട്ട് പോയി എടുക്കാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ല. അതേസമയം പണം നമ്മൾ ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കൊണ്ടിടുവാണെങ്കിൽ അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. കിട്ടിയാൽ കിട്ടി, അല്ല കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു റിസ്ക് എടുത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ പറഞ്ഞ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ പണത്തിൻ്റെ മൂല്യം മനസ്സിലാവുന്ന ദിവസമായിരിക്കും. ചിലപ്പോൾ പണത്തിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഷോ എനിക്ക് ഇന്ന ആവശ്യമുണ്ടല്ലോ, പൈസ കയ്യിലില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യും. പണമേ ഓടി വാ, എൻ്റെ അടുത്ത് വാ എന്ന് നമ്മൾ പറയത്തില്ലേ? മണി മാനിഫെസ്റ്റേഷൻ, മണി ഹോപ്പനപ്പനോ അതൊക്കെ ചൊല്ലുന്നതായിരിക്കും. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. കാരണം പണത്തിൻ്റെ മൂല്യം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഓരോ പൈസയും പോകുമ്പോഴത്തേക്കും അയ്യോ പോയല്ലോ, ഇനി ഇത് തിരിച്ചു വരണമല്ലോ എന്ന് വിചാരിക്കത്തില്ലേ? ആ എനർജിയാണ് കേട്ടോ.
അതുപോലെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് ഒരു കോള് കിട്ടുന്നുണ്ട്. അപ്പോൾ പണം എന്തായാലും നിങ്ങളിലേക്ക് വരും. 10 ഓഫ് പെൻറ്റക്കിളും അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിളും പറയുന്ന പണം ധാരാളമായിട്ട് വരുമെന്നാണ്. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലണം കേട്ടോ. പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലണം. എപ്പോഴൊക്കെ പണം നമ്മളിലേക്ക് വരുമ്പോഴും പണം നമ്മളിൽ നിന്ന് പോകുമ്പോഴും താങ്ക് യു സോ മച്ച് പറയണം. പണത്തിനോട് നന്ദി പറഞ്ഞിട്ട് വേണം, ബ്ലസ് ചെയ്തിട്ട് വേണം അതിനെ പറഞ്ഞു വിടാനായിട്ട്. ഓക്കെ, അപ്പോൾ പണം ധാരാളമായിട്ട് വരുമെന്ന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. വീണ്ടും അത് തന്നെയാണ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാത്തുകാത്തിരുന്ന പണം വരുമെന്നാണ്. അതായത് ചിലപ്പോൾ നമ്മൾ കിട്ടൂല എന്ന് വിചാരിച്ച പണമായിരിക്കാം നമ്മളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഒരുപാട് നാൾ മുമ്പ് നമ്മുടെ ലൈഫിൽ നിന്ന് പോയൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. വെറുതെ നമുക്ക് ചിലപ്പോൾ ഒഫീഷ്യലായിട്ടായിരിക്കും അവരുടെ ഒരു മെസ്സേജ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവർ ആ ഒഫീഷ്യൽ മെസ്സേജിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഞാൻ മറന്നു പോയിട്ടൊന്നുമില്ല, നിങ്ങളെൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് ഒരു മെസ്സേജ് ആയിരിക്കും, ഒരു സൂചന ആയിരിക്കും നിങ്ങളോട് തരുന്നത്. അത്തരത്തിലുള്ളൊരു സൂചന അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കൺസിസ്റ്റൻ്റായിട്ട് പതുക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയായിരിക്കാം, പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവായിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് പണം, വീണ്ടും പണത്തിനെക്കുറിച്ച് തന്നെയാണ്. പണം, കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് ആണ്. ഇത് റിയൂണിയൻ്റെ കാർഡാണ്. കാത്തിരുന്ന ആളുകൾ, റിലേഷൻഷിപ്പിലുണ്ടായിട്ട് പോയിരുന്ന ആളുകളില്ലേ, സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളില്ലേ, സോൾമേറ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിരുന്നൊരു സോൾമേറ്റ് യൂണിയനാണ്. നിങ്ങളിലേക്ക് ഒരു സോൾമേറ്റ് വരുന്നുണ്ട്. ഇന്നലെയും സെയിം കാർഡ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. 2 ഓഫ് കപ്പ്, സൺ കാർഡ്, അങ്ങനെ കുറച്ച് കാർഡ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരുടെയൊക്കെയോ ഈ മെറ്റീരിയൽ ലൈഫിലെ കുറേ കോൺഫ്ലിക്റ്റുകളൊക്കെ അവസാനിച്ചിട്ട് അവരുടെ കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ എന്തായിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഗ്രോ ചെയ്ത് പോകുന്ന പോലെ തന്നെയാണ് കാണുന്നത്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹീലിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് എന്തായിട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്ത് കിടക്കുന്ന എനർജിയാണ് ഈ സൺ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് ഹീലായിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ പോയവരുണ്ടാവും. ആരെങ്കിലും ഹീലിംഗ് എടുക്കുന്നുണ്ട് പറയണേ. അപ്പോൾ എന്തെങ്കിലും ഹീലിംഗ്, ഇപ്പോൾ ടാരോ ആണെങ്കിലും അതല്ല പ്രാണിക്കോ റേക്കിയോ ഏഞ്ചൽ ഹീലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഹീലിങ്സ്, ഒരുപാട് ഹീലിംഗ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഹീലിങ്സ് ചെയ്തിട്ട് ഇന്നർ ചൈൽഡ്ഹുഡ് ഹീലിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് ഹീലിങ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്ത് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ ഇനി എന്ന് പറയുന്നത് പഴയ ഒരാളെ അല്ല, നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വൂണ്ടുകളെല്ലാം ഹീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണോ മുന്നോട്ട് പോകാനുള്ളൊരു തടസ്സം നിങ്ങൾക്ക് നേരിട്ടത്, നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകളും എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ള ചിന്തകളുമാണ്. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ആ കാർമിക് സിറ്റുവേഷൻസ് എല്ലാം എന്തായതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. കുറേ പേർക്ക് റീയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നതും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പോകുന്നതും 2 ഓഫ് കപ്പിലേക്കാണ്. അപ്പോൾ കുറേ പേരുടെ സോൾമേറ്റ് റീയൂണിയൻ കാണുന്നുണ്ട്. കുറേ പേർക്ക് റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം. നല്ലതായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കും. നമ്മൾ ഡൗൺ ആയിട്ടിരുന്ന, എനർജി ലോ ആയിട്ടിരുന്ന ആ ലോ എനർജിയിലുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും? നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അതിനെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പാട്ട് കേൾക്കുക, നല്ല പാട്ടുകൾ, നല്ല ഹാപ്പിനെസ് കിട്ടുന്ന പാട്ടുകൾ കേൾക്കുക. മാനസമൈനി ആ പാട്ടൊന്നും കേൾക്കില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരിക്കുക. ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക. കാരണം നമുക്ക് മൂവ്മെൻറ്റ് വരുമ്പോൾ, മൂവ്മെൻറ്റാണ് എപ്പോഴും പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കുക. ആരും കാണണ്ട, നമ്മൾ അടുക്കളയിൽ നിന്നുകൊണ്ട് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചാൽ മതി. പെണ്ണുങ്ങളോടെ, ആണുങ്ങൾ ബാത്റൂമിൽ കയറുമ്പോൾ കളിച്ചോ. അപ്പോൾ അത്തരത്തിൽ ഒരു മൂവ്മെൻറ്റ് വരുന്നത് പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഞാൻ ചുമ്മാ തമാശ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ചിരിക്കുന്നു എന്ന് വെച്ചതിനൊന്നും നിങ്ങൾ നള്ളിഫൈ ചെയ്യരുത്. ഇതെല്ലാം പോസിറ്റീവായിട്ട് കാര്യമാണ്. അതായത് നമ്മൾ നിശ്ചലമായി നിൽക്കുമ്പോൾ നമ്മുടെ എനർജി 0 ആണ്. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കൈനറ്റിക് എനർജി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ഹൈ ആവും. ആ ഹൈ എനർജിയിലാണ് നമുക്ക് ഹയർ ആയിട്ടുള്ള വൈബ്രേഷൻസും ഹയർ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണ് യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. യാത്ര ചെയ്യുക, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുക, പുതിയ പുതിയ ആളുകളായിട്ട് മീറ്റ് ചെയ്യുക. അങ്ങനെ പുതിയ പുതിയ എനർജീസ് നമുക്ക് നമ്മുടെ എനർജി അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടിരിക്കുക. ഈ 4 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ മൃതപ്രായനായിരിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്.
അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അതിലോട്ടൊന്നും നമ്മൾ പോകണ്ട. നമ്മളെപ്പോഴും മൂവ്മെൻറ്റിലായിരിക്കണം. നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്ന കുട്ടിയാണ്. നമ്മൾ ലോകത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എത്രയും ഇന്നസെൻ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഓപ്പൺ മൈൻഡഡായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ദൂരം മതി, നമുക്ക് ഇവിടെ നിന്ന് കവല വരെ പോയാൽ മതി. പക്ഷെ പോകുമ്പോൾ ഹാപ്പി ആയിട്ട് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് പോവുക. എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ സാധനം മേടിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. ഓക്കെ, അത് മതി. നമുക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി വന്നെന്ന് അറിയാം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും സിമ്പിൾ കാര്യമല്ല. നിങ്ങൾ ചലനം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് ഒഴുകുന്ന വെള്ളം കാണാൻ ആളുകൾ പോകുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു പോസിറ്റിവിറ്റി, ഹൈ എനർജിയാണ്, ഹൈലി പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. മനസ്സിലായോ? അതുപോലെ നമ്മൾ നടന്ന് കയറിയിട്ടാണ് കുന്നിൻ മുകളിലുള്ള ശാസ്താവിനെ കാണാനാണെങ്കിലും അല്ലെങ്കിൽ ശബരിമല ശാസ്താവിനെ കാണാനാണെങ്കിലും പളനി മുരുകനെ കാണാനൊക്കെ പോകുന്നത്. എന്തിനാണ് അവിടെ കൊണ്ടുവച്ചേക്കുന്നേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ബൂംസ് ആണ്. മനസ്സിലായോ? അവിടെ എനർജി ബൂംസിൽ കൊണ്ടിട്ടാണ് ഇതൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചലനം ചെയ്ത് ഏറ്റവും പോസിറ്റീവ് എനർജി ചെല്ലുമ്പോഴാണ് നമുക്കിവിടെയൊക്കെ ആക്സസ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്ലേസ്മെൻറ്റുകൾ പോലും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാത്തൊക്കെ നുണയാണ്, അല്ലെങ്കിൽ നമുക്കറിയാത്ത എല്ലാം ഇതൊന്നും അല്ല, ഇതൊക്കെ തെറ്റാണ് എന്നൊന്നും അല്ല പറയേണ്ടത്. നമുക്കറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പം അതിനെയും കൂടിയൊക്കെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അതൊന്നും പറഞ്ഞുതരാൻ ഞാൻ ആളല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.